ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ശാപം എന്നത് കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിതിൽ വല്ലഭനിവൻ മമ നന്ദനേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം കണ്ടിച്ചത്, എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ട് പണ്ടേയുണ്ടെന്നോർത്ത് നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം, എന്തു കാര്യമെന്ന് എന്നോടരുൾ ചെയ്ത വേണം ദയാനിധി. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്തയും വേണം. മന്ദനാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പവനെല്ലാമേ. ഇത്തമാകർണ്യരാഘവൻ തന്നോടു മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസം അരുൾ ചെയ്തു. ഇടന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇത്തം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു താനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതിനില്ലൊര. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗേന രാഘവൻ. സാധനെ ചെന്നെടുത്താശേഷം ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തര മാരൂഢ ശോകം വിലാപം തുടങ്ങിനാൾ. രോദനം കേട്ടു ശിശുശ്രവണഗണസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാകിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമൂർത്തനേ. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താതരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കും നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം തൃണാമസമായുസും നിരൂപിക്ക ലക്ഷ്മണ. രുദ്രവേഷത്താമോ ഗുണയുക്തനായ ദ്വിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനോഹത്തിൽ പ്രസന്നനായി ദേവൻ അവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്ത് രാഘവൻ. കാവോമിനി മകനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠൂരമായൊരു പൂർവാകൃതി പൂണ്ടു പൃഷ്ടേഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി ചേറ്റമേൽ ക്ഷോണിയെ കൊന്നു.